ഇനി അധികം ദൂരമുണ്ടോ കുട്ടപ്പ? കുറച്ചുകൂടി. ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയൊന്നുമില്ല. ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയൊന്നുമില്ല. പോലീസുകാർ വരാതിരുന്നാ മതി. അവരെ ചവിട്ടിത്തിരുമ്പ് കുറച്ച് കഠിനമാണ്. ഇനി അത് സഹിക്കാൻ വയ്യ. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കാറുള്ളതല്ലേ, ഇവിടെ ഒന്നുകൊണ്ട് പേടിക്കാനില്ലെന്നേ. ഒളിച്ചു താമസിക്കാനുള്ള വീടല്ലേ, അതെ. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട വീട് തരപ്പെടുത്തിയത്. എന്ന് വിചാരിച്ചു വാടകയിലൊന്നും കുറയില്ലാട്ടാ. വാടക നീ കുറയ്ക്കൊന്നും വേണ്ട, നീ മേടിക്കാനുള്ളത് മേടിച്ചോ. പക്ഷെ പോലീസ് പെട്ടെന്ന് കണ്ടെത്തി വരരുത്. പോലീസുകാരെന്ന് തല്ലുകൊള്ളാന്നുള്ളതൊരു ഹരായിരുന്നു പണ്ട്. ഇപ്പൊ വയ്യ, അതാ. എങ്കിൽ നമുക്ക് പോയാലോ? പോ, ഞങ്ങൾ പോയിട്ട് വരാം. ചാരായം മേടിക്കണ്ടേ? പെട്ടെന്ന് വരണം. തലയടിച്ചിട്ട് കുറെ കാലമായി. മുറിയൊക്കെ വെടുപ്പാക്കിയിട്ടുണ്ട്. ഇത് വാതിലടച്ചിട്ടുള്ളൂ, പിന്നെ പട്ടിപ്പൂച്ച ഞാൻ കരണ്ട് പോയല്ല. പൂച്ച എലിയ. ആരാ? എന്താ? ഞാൻ കുമാരന്റെ സുഹൃത്താ. ഈ ബംഗ്ലാവിൽ താമസിക്കാൻ വന്നതാ. എന്താ ഈ രാത്രി? ഞാൻ ഈ ഒറ്റകെട്ടപ്പ് ഇറങ്ങി വന്നതാണ്. മുറിയിൽ കൈയില്ലാത്ത ഒരാള്. അടുത്ത് ചെന്നപ്പോ ആളെ കാണുന്നില്ല.
ഞാനാകെ പേടിച്ച്. ചെറുപ്പക്കാരന്റെ രൂപമാണോ കണ്ടത്? അതെ, ഒരു 25 വയസ്സ് പ്രായം തോന്നും. എന്റെ ഉണ്ണിക്കുട്ടൻ അവൻ പോയിട്ട് ഒരു മാസമായി. അവനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിവിടെ അറിയിക്കാനായിരിക്കും എന്റെ നിയോഗം. അതിനായിരിക്കും എനിക്ക് ഇവിടെ തന്നെ വീട് കിട്ടിയത്. ഇനി നീ എപ്പോഴാ വരിക? അറിയില്ല. ഇതെന്താ വഴി എവിടെയാ? ആ കാണുന്നതാണ് ബംഗ്ലാവ്. അല്ല, ഞാൻ ഇവിടെ പുതിയ ആളാണ്. ആ